ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. പോക്കോ X3 എന്ന ഫോണാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ നല്ല ഫീച്ചേഴ്സുമായിട്ടാണ് പോക്കോ X3 വരുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇതുപോലുള്ള ഫോൺ സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ ഫോൺ നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതുപോലുള്ളൊരു ബോക്സ് ആണ് വരുന്നത്. ഈ ഒരു ബോക്സിൽ ഈ ഫോണിൻ്റെ കേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു കേസ് തന്നെയാണ് ഈ ഫോണിൻ്റെ ബോക്സിൽ വരുന്നത്. പിന്നെ ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയാണ് നമ്മുടെ ഫോൺ വരുന്നത്. നമുക്ക് ഫോൺ ജസ്റ്റ് മാറ്റി വെക്കാം. പിന്നെ അതിൻ്റെ താഴെ ഈ ഫോണിൻ്റെ ചാർജർ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഇതിൽ 33 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിങ് കേബിളാണ് ഈ ഫോണിൽ വരുന്നത്. ഇപ്പോൾ ഫോണിൻ്റെ ബോക്സിലുള്ള കണ്ടൻസ് ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കൊബാൾട്ട് ബ്ലൂ എന്നുള്ള കളർ വേരിയൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഡിസൈനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫോണിൻ്റെ ബാക്കിൽ പോക്കോ എന്നുള്ള ലോഗോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലോഗോയിൽ ലൈറ്റൊക്കെ തട്ടുമ്പം കളറൊക്കെ മാറി വരുന്നുണ്ട്. പിന്നെ മുകൾ ഭാഗത്തായിട്ട് സർക്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. ശരിക്കും ഒരു സർക്കുലർ ഡിസൈൻ എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും റെക്ടാങ്കുലർ പോലത്തെ ഒരു ഡിസൈനിലുള്ള ഒരു ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. പക്ഷേ ചുറ്റുമായിട്ട് സർക്കുലർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്യാമറ മോഡ്യൂൾ കുറച്ചൊന്ന് പുറത്തോട്ട് തള്ളി നിൽക്കുന്നുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോർഡാണ് വരുന്നത്. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോണിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പ്രസ് ചെയ്യുമ്പം കുറച്ചൊന്ന് ഉള്ളോട്ട് പോകുന്നുണ്ട്. ഇത് എന്താണെന്നുള്ള കാര്യമൊന്നും അറിയില്ല, എന്തായാലും അങ്ങനത്തെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് ആണ്. അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ഫോണാണിത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 225 ഗ്രാമാണ്. വെയിറ്റ് മാത്രമല്ല, ഈ ഫോണിന് തിക്നെസ്സും കൂടുതലാണ്. ഏകദേശം 10.1 mm ആണ് ഈ ഫോണിൻ്റെ തിക്നെസ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ കേസും കൂടി നമ്മൾ ഇട്ടിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റും തിക്നെസ്സും ഒക്കെ കുറച്ചും കൂടി കൂടും. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റും അതുപോലെ തന്നെ തിക്നെസ്സൊക്കെ കൂടിയ ഫോൺ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ വോളിയം ബട്ടൺസ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് പവർ ബട്ടൺ വരുന്നുണ്ട്. അതിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ് സെൻസറും വരുന്നത്. പിന്നെ ഫോണിൻ്റെ താഴെയായിട്ട് സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. പിന്നെ 3.5 mm ഓഡിയോ ജാക്കും വരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സിം സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. പിന്നെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. പിന്നെ മുകളിൽ ഒരു സ്പീക്കറും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോണിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിൽ IP53 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കാണാത്തൊരു കാര്യമാണ് IP റേറ്റിംഗ് എന്നുള്ളത്. ആ ഒരു കാര്യം ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി ഈ ഒരു ഫോൺ നമുക്കൊന്ന് ബൂട്ട് ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഫോൺ നമ്മൾ ബൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ റിയൽമി നാർസോ 20 Pro എന്ന ഫോൺ അൺബോക്സ് ചെയ്തിരുന്നു. അതിൽ റിയൽമി UI സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ബ്ലോട്ട്വെയർസ് കുറച്ചും കൂടി കൂടുതലാണ്. എന്നാലും കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. എന്നാലും അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയാത്ത ചില ആപ്ലിക്കേഷൻസും ഇതിൽ വരുന്നുണ്ട്. MI Pay അതുപോലെ ഷെയർമി ഇതുപോലുള്ള ആപ്പൊന്നും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ഫോണിൽ ആൻഡ്രോയിഡ് 10 ബേസ് ആയിട്ടുള്ള MIUI 12 സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. പിന്നെ റെഡ്മി ഫോണുകളിൽ വരുന്ന MIUI സോഫ്റ്റ്വെയർ ആയിട്ട് ഇതിലൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇതിൽ പരസ്യങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇതിൽ പോക്കോ ലോഞ്ചറും വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. IPS LCD പാനലാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ് പഞ്ചോൾ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫോണിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ടൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ മുമ്പ് 60 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഫാസ്റ്റായിട്ടൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേ ഒരു ഫീച്ചർ നമ്മൾ പോക്കോ X2 എന്ന ഫോണിലും കണ്ടിട്ടുള്ളതാണ്. പിന്നെ പോക്കോ X2 എന്ന് വ്യത്യസ്തമായിട്ട് ഈ ഫോണിൽ വേറൊരു ഫീച്ചറും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഗെയിമിങ്ങിലൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ ഗെയിം കളിക്കുമ്പം വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ടച്ച് ചെയ്യുന്നതൊക്കെ രജിസ്റ്റർ ചെയ്യും. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 64 MP മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് സോണി IMX682ൻ്റെ സെൻസറാണ്.
പിന്നെ 13 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാ പിക്സലിലെ ഡെപ്ത് സെൻസറും അതുപോലെ 2 മെഗാ പിക്സലിലെ മാക്രോ ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 20 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ക്യാമറ ആപ്പിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ വ്ളോഗ് മോഡ് വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും വെച്ചിട്ട് ഒരേ സമയം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ ലോങ് എക്സ്പോഷർ മോഡ്, ക്ലോൺ മോഡ്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ഫീച്ചേഴ്സ് കുറേ ഈ ഒരു ഫോണിന്റെ ക്യാമറ ആപ്പിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ക്യാമറ സാമ്പിൾസ് 1-2 ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് 6 GB റാം 128 GB ഇന്റേണൽ വെർഷനാണ്. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യമാണ്, ഇതിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 2 സിം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇത് സ്നാപ്ഡ്രാഗൺ 720G അതുപോലെ സ്നാപ്ഡ്രാഗൺ 730G എന്നീ പ്രോസസ്സറുകളുടെ അപ്ഗ്രേഡഡ് വെർഷനാണ്. പോക്കോ X2ൽ സ്നാപ്ഡ്രാഗൺ 730G എന്ന പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ അതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ഇതിൽ കിട്ടേണ്ടതാണ്. എന്തായാലും പെർഫോമൻസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഫൈനൽ റിവ്യൂവിൽ പറയുന്നതായിരിക്കും. ഈ ഫോണിൽ LPDDR4Xന്റെ റാം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഫോൺ അധികം ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോണിൽ ലിക്വിഡ് കൂളിംഗ് എന്നുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതായത് 2 സ്പീക്കർ വരുന്നുണ്ട്. അവൻ ജസ്റ്റ് നമുക്കൊരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ പാട്ട് പ്ലേ ചെയ്തപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പാട്ടൊക്കെ പ്ലേ ചെയ്യുമ്പം ബാക്കിൽ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഇതിൻ്റെ സാർ വാല്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹെഡ് സാർ വാല്യൂ വരുന്നത് 0.747 ബോഡി സാർ വാല്യൂ വരുന്നത് 0.615 ആണ്. പിന്നെ ഈ ഫോണിൽ വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നെറ്റ്ഫ്ലിക്സിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലൊക്കെ നമുക്ക് HD കണ്ടൻസ് സ്ട്രീം ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോണിൽ ക്യാമറ 2 API സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്യാം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് സെൻസർ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പിന്നെ ഈ ഫോണിൽ ഫേസ് അൺലോക്കിംഗ് ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഫേസ് അൺലോക്കിംഗ് ഫീച്ചറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതും ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആനിമേഷൻസും കാര്യങ്ങളൊന്നും അധികം നേരം നിൽക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഫേസ് അൺലോക്കിംഗ് ഫീച്ചർ വെച്ചിട്ട് ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ വോൾട്ടി എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വോയിസ് ഓവർ വൈഫൈ ഇതുപോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഫോണിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും.